ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയമാണ്. ഇപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്താലാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുവരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കീ സിസ്റ്റം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ നോക്കുകയാണെങ്കിൽ 8 കീ മാത്രമേ ഉള്ളൂ. പലർക്കും അതിശയാവാം, ഞാൻ എല്ലാ ദിവസവും ടെലഗ്രാമിൽ കീ ഗെയിമിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്, എങ്കിലും എൻ്റെ കയ്യിൽ 8 കീ മാത്രമേ ഉള്ളൂ. ഡെയിലി മിനി ഗെയിമിൻ്റെ പസിൽ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിടുന്ന നമ്മുടെ ചാനലിൻ്റെ തന്നെ കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ യൂസർ ബേസ് വളരെ വലുതായതുകൊണ്ട് തന്നെ 300 മില്യൺ യൂസേഴ്സാണ്. എല്ലാവർക്കും എയർ ഡ്രോപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 90% യൂസേഴ്സിനെയും ഒഴിവാക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ എല്ലാവരും എന്നോട് എതിർക്കുന്ന കാര്യമാണ്, എല്ലാവർക്കും കിട്ടും, നിങ്ങൾ വെറുതെ പറയുന്നതാണെന്നൊക്കെ. അപ്പോൾ 1% ആൾക്കാർക്ക് മാത്രമേ എയർ ഡ്രോപ്പ് കിട്ടൂ എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുള്ളൊരു ക്രൈറ്റീരിയ കൂടിയാണ് ഈ ഒരു ഗെയിം. നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാതെ വേറെ വഴിയില്ല. ഹാംസ്റ്റർ കോമ്പാറ്റ് എയർ ഡ്രോപ്പ് വേണമെങ്കിൽ ഈ ഗെയിം കളിച്ചേ പറ്റൂ. ഇത്ര ആഡ്സ് കണ്ടേ പറ്റൂ, കാണാൻ പറ്റും. ഈച്ച് കീ ഈസ് എ വാല്യൂബിൾ അസെറ്റ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന കാര്യം കൺഫേം ആണ്. അപ്പോൾ എത്ര കീ ഉണ്ടോ അത്രയും നല്ലത്. എനിക്ക് എന്തായാലും ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് എയർ ഡ്രോപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, കാരണം ഇപ്പോൾ പുതിയൊരു സെക്ഷൻ വന്നാണ് പ്ലേ ഗ്രൗണ്ട്. ഇതുപോലെ തന്നെ എത്ര സെക്ഷൻ ഇവിടെ വരുന്നറിയില്ല. അതുപോലെ തന്നെ ഇവരുടെ സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ റോഡ് മാപ്പിൽ TG വെച്ചിരുന്ന ജൂലൈ ആയിരുന്നു. ഇപ്പോൾ ജൂലൈ മാറി കമ്മിങ് സൂൺ അല്ലെങ്കിൽ ലേറ്റർ എന്നാണ് പറയുന്നത്. എപ്പോഴെങ്കിലും വന്നേക്കാം, ഉറപ്പ് പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എത്ര കാലം ഈ പരസ്യം കണ്ട് ഈ ടൈം ഇതിൽ കളയേണ്ടി വരുന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ ഇത് ചെയ്യുന്നില്ല. ഞാൻ നല്ല നല്ല എയർ ഡ്രോപ്സ് മാത്രമാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല എയർ ഡ്രോപ്പുകൾ എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, കാണേണ്ടവർക്ക് തീർച്ചയായിട്ടും കാണാം. അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഒന്ന് പിൻഡ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളുടെയും ലിങ്ക് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, മൈൻഡ് ചെയ്യാം. ഓക്കെ, ഹാംസ്റ്റർ കോമ്പാറ്റ് ഞാൻ എന്തായാലും സീരിയസ് ആയിട്ട് കാണുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ടൈമിന് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് കിട്ടുന്ന റിട്ടേൺസ് വളരെ കുറവായിരിക്കും. അതും 90% ആൾക്കാർക്കും ഒന്നും കിട്ടുകയില്ല. എല്ലാവരും പറയുന്നതാണ് കമ്മ്യൂണിറ്റിയാണ് വലുത്, കമ്മ്യൂണിറ്റിയെ വെറുപ്പിച്ച് ഒരു പ്രോജക്റ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നോക്കുക, ഇതിനു മുമ്പ് വന്ന 2 എയർ ഡ്രോപ്പുകൾ, ചെയിൻ ഗെയിം അതുപോലെ തന്നെ പിക്സൽ വേഴ്സ്, രണ്ടുപേരും കമ്മ്യൂണിറ്റിനെ വെറുപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ചെയിൻ ഗെയിമും പിക്സൽ വേഴ്സും നമ്മളെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഹാംസ്റ്റർ കോമ്പാറ്റും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പുതിയ പ്രൊമോഷൻ ചെയ്യുക, ആഡ്സ് കാണിക്കുക, ഇത് തന്നെയാണ് ഡെയിലി ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ട്, തേർഡ് പാർട്ടി ഏണിങ്സ് ഉണ്ട്, ഇപ്പോൾ ആപ്പ് പ്രൊമോഷനും കാര്യങ്ങളും തുടങ്ങി, ആഡ്സ് തുടങ്ങി. അപ്പോൾ ഇവർ നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരിനി നമ്മളെ വെറുപ്പിച്ചാലും ഇവർക്കൊന്നും പോകാനില്ല. അവർക്ക് കിട്ടേണ്ട ക്യാഷ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. പലരും പറയുന്നതാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കുട്ടുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടവരും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പലർക്കും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ഇട്ട് മനസ്സിലാക്കി തന്നല്ലേ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ജസ്റ്റ് ഒരു CEO അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് CEO സിമുലേഷൻ ഗെയിം മാത്രമായിരുന്നു. ഇപ്പോൾ അതല്ല. അപ്പോൾ ഇവരുടെ ഗെയിം മാറുന്നതിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരിക എന്നുള്ളതും അപ്പം എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ത് മോശം കാര്യം ചെയ്താലും അത് വൈറ്റ് വാഷ് ചെയ്യേണ്ട അല്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കെപ്പോഴും വലുത് എൻ്റെ വ്യൂവറിൻ്റെ ടൈമും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് ഇനി നിങ്ങൾക്ക് വലിയൊരു എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ ഒരു ബൈ സ്കിൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ See All കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് കാർഡ്സ്, അതുപോലെ തന്നെ ലെവൽ, അടുത്തതായിട്ട് അപ്ഗ്രേഡ് കാർഡിൻ്റെ ലെവൽ, കോയിൻസ് കളക്ട് ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്, സ്കിൻസ് മേടിക്കുന്നത്, പ്രോഫിറ്റ് പെർ അവർ, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കാണുന്നത് എല്ലാം തന്നെ ടാസ്കുകളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ടു TG ഹാംസ്റ്റർ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റ് ടെലഗ്രാം ചാനൽ എത്ര കാലമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ എല്ലാ അച്ചീവ്മെൻറ്റ്സും നോക്കിയിട്ടാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുക എന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, അതാണ് ഞാൻ 99% ആൾക്കാർക്കും എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന് പറയാൻ കാരണം. ആദ്യത്തെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. എത്ര കാർഡുകൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഒരു മൈൻഡ് സെക്ഷനിൽ പോയ കുറേ കാർഡുകളുണ്ടല്ലോ, ഈ കാർഡുകളുടെ എണ്ണം നിങ്ങൾ എത്ര അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു സെക്ഷൻ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് സെക്ഷൻ. രണ്ടാമതെന്ന് പറഞ്ഞാൽ എത്ര കാർഡുകൾ നിങ്ങൾ ലെവൽ 15 എത്തിച്ചു എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഞാനിപ്പോൾ 50 കാർഡുകളും ലെവൽ 15 എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ടോപ്പ് എത്ര % ആണ് എന്നുള്ള ഓരോ കാർഡിലും കാണാം. എന്ന് വെച്ചാൽ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നിങ്ങൾ എത്ര %, നിങ്ങൾ ടോപ്പ് എത്ര %ലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ടോപ്പ് 1%ലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളും എത്ര % ആണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിലവിൽ ഇതെല്ലാം ലോഡിങ്ങിലാണ് കിടക്കുന്നത്. ഈ ഒരു ഫീച്ചർ വന്ന സമയത്ത് എല്ലാം വർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും വീണ്ടും കാൽക്കുലേഷൻ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഉടനെ വീണ്ടും അപ്ഡേറ്റ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എത്ര %-നുള്ളിൽ വരും എന്ന് നോക്കുക. നിങ്ങൾ ആ ഒരു ടോപ്പ് 1%-നുള്ളിൽ അല്ലെങ്കിൽ ടോപ്പ് 10%-നുള്ളിലെങ്കിലും നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ₹1 പോലും എയർ ഡ്രോപ്പ് ആയിട്ട്
കിട്ടാൻ പോകുന്നില്ല. അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ ലെവൽ 25 വരെ എത്ര കാർഡുകളാക്കി. ലെവൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. ഓരോ കാർഡുകൾക്കും നിങ്ങളുടെ ലെവൽ കാണാൻ പറ്റും. ഈ ലെവലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ ലെവൽ നിങ്ങൾ എത്ര കാർഡ് ആക്കിയെന്നാണ് നോക്കുന്നത്. ഞാൻ ലെവൽ 25 ആക്കിയ ഒരു കാർഡ് പോലും എൻ്റെ അക്കൗണ്ടിലില്ല. നിങ്ങളിൽ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കളക്ട് കോയിൻസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ കളക്ട് ചെയ്യുന്ന ഈ ഒരു കോയിൻസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് എത്ര കോയിൻ കളക്ട് ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്, അല്ലാതെ നമ്മുടെ കറണ്ട് ബാലൻസ് അല്ല. അപ്പോൾ ഞാനിവിടെ 1.5 ബില്യൺ പാസ്സായിട്ടുണ്ട്. ഇനി 15 ബില്യൺ കോയിൻസ് കളക്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് അവസാനത്തെ അച്ചീവ്മെൻറ്റ് ഓപ്പൺ ആവുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആണ്. ഇവിടെ 100 ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്ത എല്ലാ അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ആവും. ഞാൻ 100 ആളെയും ചെയ്തിട്ടുണ്ട്. യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവർക്കും 100 ഉണ്ടായിക്കൊള്ളുന്നില്ല. 10 ചെയ്തവരുണ്ട്, 5 ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന്, നിങ്ങൾക്ക് പുതിയൊരു സ്കിന്ന് വാങ്ങാനുള്ള സ്ഥലം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് സ്കിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ ഒറ്റ സ്കിന്ന് പോലും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും 5 അച്ചീവ്മെൻറ്റ്സും 50 സ്കിന്ന് വാങ്ങിയാൽ കംപ്ലീറ്റ് ആവും. 50 സ്കിന്ന് വാങ്ങണമെങ്കിൽ എത്ര മില്യൺസ് ഓഫ് കോയിൻസ് വേണം നിങ്ങൾ നോക്കുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർ അവറാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും പറയുന്നത്. 3 മില്യൺ കോയിൻസ് പ്രോഫിറ്റ് പെർ അവർ. നിങ്ങൾക്ക് നോക്കാം, എൻ്റെ പ്രോഫിറ്റ് പെർ അവർ 5 മില്യൺ കഴിഞ്ഞു. ഓക്കെ, 3 മില്യൺ എങ്കിലും നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പ് 1% നിലവിലുണ്ട്. ഓക്കെ, ഇന്ന് രാവിലെ വരെ എനിക്ക് 3 മില്യൺ കോയിൻസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യു ആർ എമംഗ് 1% ഓഫ് ഹാംസ്റ്റർ കോമ്പാറ്റ് യൂസേഴ്സ് എന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയത് പിന്നെ കാൽക്കുലേഷനിലേക്ക് പോകുന്നുണ്ട്. ഓരോ ആൾക്കാരും ഡെയിലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ സ്റ്റേജ് വരും, അതിനുശേഷം മാത്രമാണ് അപ്ഡേറ്റ് ആവുക. അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങളിവിടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണിക്കും. ഞാനിപ്പോൾ പ്രോഫിറ്റ് പെർ അവറിൻ്റെ കേസിൽ ടോപ്പ് 1% എന്ന് വെച്ചാൽ ഈ 300 മില്യൺ ആൾക്കാരിലും ഏറ്റവും മേലെ നിൽക്കുന്ന 1% ആൾക്കാരിൽ വരും ഞാൻ. ഓക്കെ, നിങ്ങൾ എത്രയും വരുന്നത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ വാച്ച് ഹാംസ്റ്റർ വീഡിയോസാണ് അടുത്തത്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഈ ഒരു ഏൺ സെക്ഷനിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും. ഞാൻ ഡെയിലി എന്ത് ചെയ്യും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യും, അതിനുശേഷം ബാക്ക് അടിക്കും. അത് മാത്രമേ ചെയ്യാറുള്ളൂ, യൂട്യൂബിലേക്ക് ഞാൻ പോകില്ല. അങ്ങനെ ചെയ്യുന്ന എത്ര വീഡിയോസ് കണ്ടു എന്നുള്ളതാണ് അവിടെ നമ്മൾ നോക്കുന്നത്. അതും യു ആർ എമംഗ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ്, കാൽക്കുലേഷൻ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്തായിരിക്കും, ടോപ്പ് 1% എത്തുക എന്നുള്ളതാണ്. എല്ലായിടത്തും ഇവിടെ ടോപ്പ് 1% എന്നുള്ളത് വരണം. ജൂലൈ മാസം കഴിഞ്ഞിട്ട് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവരുടെ റോഡ് മാപ്പ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേറ്റർ അല്ലെങ്കിൽ കമ്മിങ് സൂണാണ്. അപ്പോൾ എപ്പോഴായിരിക്കും ഇവരുടെ ലിസ്റ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ടു ഹാംസ്റ്റർ ടെലഗ്രാം എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ എത്ര ദിവസം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതിൽ നമ്മൾ 5ാമത്തെ അച്ചീവ്മെൻറ്റ് നോക്കിയാൽ 200 ദിവസമാണ്. ഓക്കെ, ഞാനിപ്പോൾ 60 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മാസത്തോളമായി എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് 90 ദിവസം. അപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് 100 കംപ്ലീറ്റ് ആവും. അങ്ങനെ പിന്നെ ഒരു 100 ദിവസം കൂടി, 200 ദിവസമായാൽ മാത്രമേ നമുക്ക് ഈ ഒരു 5 അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഒരു 3.5 മാസം അല്ലെങ്കിൽ 4 മാസത്തോളം കഴിഞ്ഞാലായിരിക്കും ഇനി ലിസ്റ്റ് ആവുക. ഈ ഒരു സെക്ഷൻ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതൊരിക്കലും ഞാൻ ഉറപ്പല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്. ഇവരിങ്ങനെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇതിനിയും 200 ദിവസം കംപ്ലീറ്റ് ആകുമ്പോഴേ ലിസ്റ്റ് ആവാൻ സാധ്യതയുള്ളൂ. ലിസ്റ്റ് ആവും എന്നുള്ള കാര്യം തന്നെ എനിക്ക് സംശയമായി വരുന്നുണ്ട്. കാരണം ഇവർ ഡെയിലി ചെയ്യുന്ന നമ്മളെ പിഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് മാക്സിമം ടൈം പിഴിഞ്ഞ് അവർ ക്യാഷാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ വൈറ്റ് പേപ്പർ പുതുതായിട്ട് വന്നിട്ടുണ്ട്, വേർഷൻ 2 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൽ കാണാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളത് ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യം താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള ഒരു കാര്യം വിശ്വസിക്കേണ്ട കാര്യമില്ല. കുറേ സപ്ലൈ ഞങ്ങൾ ഇത്ര തരുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്നും ട്രസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൽ താഴെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇത് ചേഞ്ച് ചെയ്യും, അതിനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വേർഷൻ 2 ഇനി വേർഷൻ 12 വേർഷൻ 13 വേർഷൻ 100 എത്ര വേർഷൻ വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് പേപ്പറിനെ പറ്റി ഞാനോട് സംസാരിക്കുന്നില്ല. ബിറ്റ്കോയിൻ്റെ ക്രിയേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാം. സത്തോഷി നാക്കമോട്ടോ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്ത ആളെ പറ്റി നമുക്കറിയൂ. അയാൾ എവിടെയാണെന്നോ ആരാണെന്നോ ഇപ്പോൾ ജീവനോടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അനോണിമസ് ആണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കും അറിയില്ല. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് പറയുന്ന ഞങ്ങളും അതുപോലെയാണ്, ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്തത് ആരാണോ അതുപോലെ തന്നെയാണ് ഞങ്ങളും എന്നുള്ളതാണ്. അത് കേട്ടപ്പോഴാണ് ശരിക്കും എനിക്ക് ഹാംസ്റ്റർ കോമ്പാറ്റ് എത്ര വലിയ മണ്ടന്മാരാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം ഇവർ ഈ ഒരു ടാപ്പ് ടു ഏൺ ഗെയിമിനെ ഇവരുടെ യൂസേഴ്സ് മാത്രമേ ഇവർക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് കമ്പയർ ചെയ്യുന്നത് ബിറ്റ്കോയിനുമായിട്ടാണെന്ന് ഓർക്കുക. കാരണം ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു വെളിപാട് പോലും ഇല്ല. ജസ്റ്റ് ക്യാഷ് ഉണ്ടാക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കതെന്ന് മനസ്സിലായത്. കാരണം ബിറ്റ്കോയിനെ പോലെ ഒരു പ്രൊജക്റ്റിനെ ഇതുപോലൊരു ടാപ്പിംഗ് ഗെയിമിൻ്റെ പ്രൊജക്റ്റ് കമ്പയർ ചെയ്യാണ്. ഞങ്ങളും അതുപോലെയാണ്, ബിറ്റ്കോയിൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് പറയുകയാണ്. അത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ചിരി വന്നു പോയത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോയെന്ന് തോന്നുന്നു വീഡിയോ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക, എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.